സിമ്പിളാണ്. ജിമെയിൽ ഓപ്പൺ ചെയ്യാം. നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ജിമെയിൽ, ഗൂഗിൾ ഷീറ്റ്, യാം, ഇമെയിൽ ലിസ്റ്റ്. സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇമെയിൽ ഐ ഡി ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ rahul@gmail.com ആണെങ്കിൽ ഒരു സേഫ്റ്റിക്ക് പുതിയൊരു ഇമെയിൽ ഐ ഡി ഉണ്ടാക്കുക. ഇത് അയക്കാനായിട്ട് വേണ്ടിയിട്ടൊന്ന്. അങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് ഇമെയിൽ നമ്മൾ അയക്കണത് വൃത്തിയായിട്ട് നമുക്ക് കാണാൻ കഴിയും. അയച്ചതും അതിൻ്റെ ഇടയിൽ കൂടി വേറെ ഇമെയിലുകൾ വരില്ലല്ലോ. അതുകൊണ്ടിട്ട് ആ ഇമെയിൽ ഉപയോഗിച്ചിട്ട് അയക്കാം. സേഫ്റ്റിയാണ്. നമ്മളെ മെയിൽ സേഫായിട്ട് അവിടെ നിൽക്കുകയും ചെയ്യും. നമ്മൾ എന്ന് ഉപയോഗിച്ച് വരുന്നത് ചെറിയൊരു മാറ്റത്തിൽ ഞാനിപ്പോൾ രാഹുൽ കെ എന്നുള്ളത് രാഹുൽ കെ എന്നുള്ള പുതിയ ഇമെയിൽ ഐ ഡി ഉപയോഗിച്ചു. ദെൻ നമ്മൾ ഇമെയിൽ തുറന്നു കമ്പോസിൽ പോവുക. ഇമെയിൽ ഐ ഡി 2 എന്നുള്ള സ്പേസ് ബ്ലാങ്ക് ആക്കിയിടുക. സബ്ജക്റ്റ് കൊടുക്കുക, കോണ്ടന്റ് കൊടുക്കുക. ദെൻ അടിയിൽ CV അറ്റാച്ച് ചെയ്യാം. CV അറ്റാച്ച് ചെയ്യാം. അതിനുശേഷം ക്ലോസ് ചെയ്യാം. അങ്ങനെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അതെവിടെ കാണിക്കും? ഡ്രാഫ്റ്റ് നിലയാണ്, ഡ്രാഫ്റ്റ്സ് അതിൽ കാണിക്കും. ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നതാണ്. സബ്ജക്റ്റ് കൊടുത്തു, കോണ്ടന്റ് കൊടുത്തു, CV അറ്റാച്ച് ചെയ്തു. ഇനി ഇതിൽ ഞാൻ ഉപയോഗിച്ചത് ഈ ഫസ്റ്റ് നെയിമിനെ കുറിച്ച് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഫസ്റ്റ് നെയിം അത് മാത്രമേ ഉണ്ടാവും, വ്യത്യാസമുള്ളൂ, ചെറിയൊരു അറിയാത്തുണ്ടാവുള്ളൂ. ബാക്കി ഞാൻ ഐ ഹോപ്പ് ദിസ് എൻ്റെ കാര്യങ്ങൾ അങ്ങനെ കൊടുത്തു. ദെൻ ഈ ജിമെയിലിൻ്റെ കഴിഞ്ഞു. ഓക്കെ, ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നെയിം എന്നുള്ളത് ഗൂഗിൾ ഷീറ്റ് പോവുക. ഗൂഗിൾ ഷീറ്റ് പോകുക എന്നുള്ളത് ഇവിടെ നിന്ന് തന്നെ ജിമെയിലുള്ള ജിമെയിലിൽ എന്ത് ചെയ്യുക? ഇത് ക്ലോസ് ചെയ്യുക. നമ്മൾ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് ഗൂഗിൾ ഷീറ്റിൽ പോവുക. ഗൂഗിൾ ഷീറ്റ് പോകണമെങ്കിൽ ഗൂഗിൾ ഷീറ്റ്സ് അടിച്ച് കഴിഞ്ഞിട്ട് വന്ന ഈ ഇൻ്റർഫേസിലേക്ക് വരും. ബ്ലാങ്ക് സ്പ്രെഡ് ഷീറ്റ് പുതിയ തുടങ്ങുക. ഇമെയിൽ ലിസ്റ്റ് കിട്ടിയിട്ടുണ്ടാവില്ല. ഇമെയിൽ ലിസ്റ്റിൽ Ctrl+A അടിച്ചാൽ എല്ലാം സെലക്ട് ആവും. Ctrl+C അടിച്ചാൽ കോപ്പി ആവും. ആ കോപ്പി ചെയ്ത് ഇവിടെ വന്നിട്ട് Ctrl+V അടിച്ച് പേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ വരും ഡാറ്റ. അപ്പം നമുക്ക് എന്തായി? ജിമെയിലായി, ഗൂഗിൾ ഷീറ്റായി. ഇനി ഗൂഗിൾ ഷീറ്റിൻ്റെ ഉള്ളിൽ ഇത് അയക്കാനുള്ളൊരു ടൂളുണ്ട്. ആ ടൂള് ഇൻസ്റ്റാൾ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് എക്സ്റ്റൻഷനിൽ പോവുക. ദെൻ ആഡ്-ഓൺസ് പോയിട്ട് ഗെറ്റ് ആഡ്-ഓൺസ്. സെർച്ച് ചെയ്യാം. ഗെറ്റ് ആഡ്-ഓൺസ് ഇങ്ങനെ ഇൻ്റർഫേസ് വരും. അതിൽ യാം എന്ന് സെർച്ച് ചെയ്യാം. ഇതാണ് ഉപയോഗിക്കേണ്ടത്, വേറെ ഒന്നും ഉപയോഗിക്കരുത്. കൊടുക്കുക. ഇവിടെ ഇൻസ്റ്റാൾ ഉണ്ടാവും. ഞാൻ ഇപ്പോൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് അൺഇൻസ്റ്റാൾ എന്നാണ്. നിങ്ങൾക്ക് ആദ്യമായിട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ ഇൻസ്റ്റാൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ, ഇൻസ്റ്റാൾ കൊടുക്കുക. എന്നിട്ട് അവർ പറയണത് ഫോളോ ചെയ്യുക, സേവ് ചെയ്യുക. അവർ പറയുന്നുണ്ടാവും പെർമിഷൻ കൊടുക്കട്ടെ, ബേസ് കൊടുക്കുക. അങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇൻ്റർഫേസ് വരും. അത് ഒരു ബോക്സ് വരും. ആ ബോക്സ് കട്ട് ചെയ്ത് കളയാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വരുന്നത് എക്സ്റ്റൻഷനിൽ പിന്നെ ഇൻസ്റ്റാൾ ചെയ്ത എക്സ്റ്റൻഷൻ ഇവിടെ കാണിക്കും. ഇനി ഇത് ഉപയോഗിച്ച് എങ്ങനെ അയക്കാമെന്നാണ്. ഇതിൻ്റെ തൊട്ട് മുമ്പേ ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ നമ്മളൊരു ഫസ്റ്റ് നെയിം ഉപയോഗിച്ചു ഒരാൾക്ക് ഇമെയിൽ അയക്കുമ്പോൾ പേഴ്സണലൈസ്ഡ് ചെയ്യാമെന്ന് പറയും. പേഴ്സണലൈസ്ഡ് ചെയ്യാൻ പറയുമ്പോൾ ജനറിക്കും ഉണ്ട്, പേഴ്സണലൈസ്ഡും ഉണ്ട്. ജനറിക് പറഞ്ഞാൽ നമുക്ക് അയാളെ പേരറിയില്ല, റിക്രൂട്ടറെ നമ്മൾ ഡിയർ ഹയറിംഗ് മാനേജർ അല്ലെങ്കിൽ ഡിയർ റിക്രൂട്ടർ എന്ന് പറഞ്ഞിട്ട് അയക്കും. അങ്ങനെ പേര് കാണില്ല. ഇത് നമുക്ക് പേരറിയാവുന്നതുകൊണ്ട് അവർക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ട് അയക്കാം. പറഞ്ഞാൽ അയാളെ പേര് ഉൾപ്പെടുത്തിയിട്ട് അയക്കുമ്പോൾ അയാൾക്ക് ഫീൽ ചെയ്യും. അത് അയാൾ ജസ്റ്റ് ഇൻബോക്സിലൂടെ പോകുമ്പോൾ അയാൾക്ക് മനസ്സിലാവും, ഇത് എനിക്കായിട്ട് അയച്ചതാണെന്നുള്ളത്. ഓപ്പൺ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ CV കാണാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മളെ പരിഗണിക്കും. ഓപ്പൺ ചെയ്ത് കിട്ടുക വേണ്ടത്. അങ്ങനെ വെച്ചാൽ അവർക്ക് സ്യൂട്ടബിളായിട്ട് തോന്നുകയാണെന്നുവെച്ചെങ്കിൽ, ആപ്റ്റായിട്ട് തോന്നുകയാണെങ്കിൽ അവർ അങ്ങനെ ഒരു ഓപ്പണിങ് അവരുടെ കയ്യിലുണ്ടതിന് ചെയ്യുമ്പോൾ പെട്ടെന്ന് പ്ലേസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഓപ്പൺ ചെയ്യാനുള്ള ടെക്നിക്കാണ് നമ്മൾ ഇമെയിൽ ലിസ്റ്റിലെ ആളെ പേര് ഉപയോഗിക്കണം ഇവിടെ. അതിന് വേണ്ടിയിട്ട് ഇമെയിൽ ലിസ്റ്റിലെ പേരിൻ്റെ കോളത്തിൻ്റെ ഹെഡിങ് ആരാണ്? ഫസ്റ്റ് നെയിം അല്ലേ, F I അങ്ങനെ ഇതേപോലെ
ഫുൾ ക്യാപിറ്റൽ അല്ല, ഇതിലെങ്ങനെ കൊടുത്തുള്ളത് ഇതേപോലെ കേളി ബ്രാക്കറ്റിനുള്ളിൽ ഇവിടെ രണ്ടിടത്ത് കൊടുക്കുക. രണ്ടിടത്തല്ല, സബ്ജക്റ്റ് ലൈനിൽ കൊടുക്കുക. സബ്ജക്റ്റ് ലൈൻ നോക്കിയിട്ടാണ് ഓപ്പൺ ആക്കോ ഇല്ലേന്ന് അറിയാം. നമുക്ക് അയാളുടെ പേര് എവിടെയൊക്കെ വരണം അവിടെയൊക്കെ കൊടുക്കുക. രണ്ടും അങ്ങനെ കൊടുക്കുക നല്ലത്. ഇവിടെ ഒന്ന് കൊടുക്കുക, ഇവിടെ ഒന്ന് കൊടുക്കുക. സബ്ജക്റ്റ് ലൈനും കൊടുക്കുക, ഉള്ളിലും കൊടുക്കുക. ഉള്ളിൽ എന്തായാലും കൊടുക്കണം. ഡിയർ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഹായ് എന്ന് പറഞ്ഞിട്ട് അവിടെ പേര് വരും. ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ വെച്ചാൽ ഈ ഫസ്റ്റ് ആൾക്ക് ഇമെയിൽ പോവുക ഹായ് രാമനാഥൻ എന്ന് പറഞ്ഞിട്ട് ചെല്ലും. രണ്ടാമത്തെ ഹായ് റുബി എന്ന് പറഞ്ഞിട്ട് ചെല്ലും. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ പേര് അവരെ പേര് വെച്ച് ചെല്ലുമ്പോൾ അവരത് കാണും. അതുപോലെ തന്നെ ഇവിടെ സബ്ജക്റ്റ് ലൈനിൽ അവരുടെ പേര് വരും. അപ്ലിക്കേഷൻ ഫോർ സ്യൂട്ടബിൾ പൊസിഷൻ ഇൻ സെയിൽസ്, ബില്ലിംഗ് ഓർ ഇവന്റ് ഓപ്പറേഷൻസ്. ഇപ്പോൾ ഈ ഒരാൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇപ്പോൾ റിസീവ് ഇമെയിൽ കിട്ടുന്ന ആളെ പേരും ഉണ്ടാവും. ഈ ഓപ്പണിങ്ങിലൊരു അങ്ങനെ ഒരു ഇമെയിൽ വരും. അപ്പോൾ അവരത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അങ്ങനെ അവർ കാണും, അങ്ങനെ നമ്മളെ നീഡ് അവരറിയും. അതിന് ഓപ്പൺ ചെയ്യാനുള്ള ഒരു ടെക്നിക്കാണ് ഈ പേഴ്സണലൈസേഷൻ. ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പണിങ് കൂടുന്നതാണ് പറയാറ്. അതിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. 2 കേളി ബ്രാക്കറ്റിനുള്ളിൽ ഇവിടെ എന്താ കൊടുത്തത് അതാണ് കൊടുക്കുക. ഓക്കെ, അതാണ് ടെക്നിക്ക്. പിന്നെ വെച്ചാൽ ഇതിൻ്റെ നോക്കുകയാണെങ്കിൽ കമ്പനി നെയിം നമുക്ക് ഇതിനുള്ളിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങളെ കമ്പനിയിൽ ഓപ്പണിംഗ് ഉണ്ടോ എന്ന് ചോദിക്കുന്നതിന് പകരം കമ്പനി എന്നുള്ള ഭാഗത്ത് കേളി ബ്രാക്കറ്റിനുള്ളിൽ ഇവിടെ എന്താ കൊടുക്കുന്നത് കമ്പനി നെയിം എന്നല്ല, സ്പെല്ലിംഗ് തെറ്റാതെ ഇവിടെയും കൊടുക്കുക, ഇതിലും കൊടുക്കുക. അപ്പോൾ ഓരോരുത്തർക്ക് അയക്കുമ്പോൾ അവരെ കമ്പനി നെയിമോ ഇതിൻ്റെ ഉള്ളിൽ കോണ്ടാക്റ്റിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഉപരി നമ്മളെക്കുറിച്ച് അറിഞ്ഞിട്ടാണ് കോണ്ടാക്ട് ചെയ്യുന്നത്. അപ്പോൾ സാധ്യതകൾ കൂടുക. നമ്മളെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞ് നമുക്ക് അയക്കാന്നുള്ളത് തോന്നുമ്പോൾ അവരെന്ത് ചെയ്യും, ഓക്കെ സാധാരണ എല്ലാവർക്കും അയക്കണ പോലെ അയക്കില്ല എന്ന് അവർക്ക് തോന്നും. അതിന് വേണ്ടിയിട്ടാണ് പേഴ്സണലൈസേഷൻ ചെയ്യുന്നത് പറയും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാനത് പറയണമെന്ന് നേരത്തെ ഇത് പറഞ്ഞിട്ട് പറയാൻ എഴുതിയതായിരുന്നു. അത്രേ ഉള്ളൂ. എവിടെ കൊടുക്കേണ്ടത് ചെയ്യാൻ കൊടുക്കുക. ഒരിക്കലും സ്പെല്ലിങ് തെറ്റരുത്. ഇവിടെ ക്യാപിറ്റൽ ആണെങ്കിൽ ഇവിടെ എഫ് ക്യാപിറ്റൽ ഐ അങ്ങനെ കൊടുത്തത് ഇതേപോലെ സ്പേസും ഒക്കെ നോക്കിയിട്ട് വേണം ഇവിടെയും കൊടുക്കാൻ. ഓക്കെ, ഇത് ഇത്രേ ഉള്ളൂ ജിമെയിലിൻ്റെ ഉള്ളിൽ. ഇനി ഇവിടെ പോവുക, എക്സ്റ്റൻഷനിൽ പോവുക, ഡെയിലി ഇത്രേ ഉള്ളൂ ഒരു ദിവസം സെറ്റ് ചെയ്യാൻ. പിന്നെ ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഓരോ ദിവസം അയക്കുക. എങ്ങനെ വെച്ചാൽ ഡെയിലി ഗൂഗിൾ ഷീറ്റ് ഓപ്പൺ ചെയ്യുക, എക്സ്റ്റൻഷനിൽ പോവുക, മെയിൽ മെർജ്, സ്റ്റാർട്ട് മെയിൽ മെർജ്. ലോഡാവുകയാണ്. ഇവിടെ നമ്മൾ പേര് കൊടുക്കുക. ആദ്യം കൊടുത്തുള്ളത് ഇവിടെ സ്റ്റാർട്ട് മെയിൽ മെർജ് ടൈറ്റിൽ, പിന്നുള്ളത് യു ഡോണ്ട് ഹാവ് ഇനഫ് കോട്ട ടു സെൻഡ് വിയ ഓൾ ഇമെയിൽസ്. സോ ഇത് ഓൾറെഡി നമ്മുടെ ലിസ്റ്റിൽ ഓൾറെഡി 2000-ഓളം ഇമെയിൽസ് ഉണ്ട്. അപ്പോൾ എത്രത്തോളം ഇന്ന് അയക്കാൻ പറ്റില്ല നിങ്ങൾക്ക്. യു ക്യാൻ സ്റ്റിൽ സെൻഡ് ഇമെയിൽ 20 ആൾക്ക് അയക്കാമെന്ന് പറയണം. ഇന്ന് 24 മണിക്കൂറിനുള്ളിൽ ഇന്ന് അയച്ചു കഴിഞ്ഞിട്ട് പിന്നെ 24 മണിക്കൂർ കഴിഞ്ഞാലുള്ള അടുത്ത് 20 ആൾക്ക് അയക്കാൻ പറ്റും ഈ ടൂൾ ഉപയോഗിച്ചിട്ട്. അല്ലാതെ നിങ്ങൾക്ക് അയക്കാം. ഈ ടൂൾ ഉപയോഗിച്ചിട്ട് ഫ്രീ ആണ്. ഫ്രീ പാക്കിൽ ഇങ്ങനെ ചെയ്യാം. നിങ്ങളിനി പെയ്ഡാണ് ഉദ്ദേശിക്കുന്നത് ഇവരെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ കുറേ അപ്ഗ്രേഡ് എന്നുള്ള ഓപ്ഷൻ അവിടെ പോയി കഴിഞ്ഞാൽ 400 ആൾക്കൊക്കെ അയക്കാനുള്ള പാക്കുകളുണ്ട്. നല്ല എക്സ്പെൻസീവ് ആണ്. ഫ്രീ ടൂൾ തന്നെ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ 20 ആൾക്ക് അയക്കാം. സെൻഡർ നെയിം എന്നുള്ളടത്ത് പേര് കൊടുക്കുക. ഓക്കെ, നിങ്ങളെ പേരാണ്. അവർക്ക് എന്ത് പേരിലാണ് ചെല്ലേണ്ടത് വെച്ചെങ്കിൽ ആ പേര് കൊടുക്കുക. അപ്പോൾ ഞാൻ അയക്കണമെന്ന് വെച്ചെങ്കിൽ എൻ്റെ പേര് ആരാ അയച്ചത് എന്നുള്ള പേരുണ്ടാവില്ലേ ഒരു ഇമെയിൽ വരുമ്പോൾ, അതെന്താണ് അവിടെ കൊടുക്കുക. പിന്നെ ഈ ഇമെയിൽ ടെംപ്ലേറ്റ് എന്നുള്ള ഭാഗമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇമെയിൽ ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഉണ്ടാക്കിയ ഇമെയിലില്ല, ഡ്രാഫ്റ്റിൽ കിടക്കുന്ന ഇമെയിലെല്ലാം ഇവിടെ കാണിക്കും. അപ്പം നമ്മൾ അവസാനം ഉണ്ടാക്കിയത് ഈ ഇമെയിലാണ്. ആ ഇമെയിലിൽ കൂടിയാണ് ഈ ഇമെയിലാണ് നമുക്ക് അയക്കേണ്ടത്. അപ്പം നമ്മളത് സെലക്ട് ചെയ്യാം. അത് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ സെൻഡ് ടെസ്റ്റ് മെയിൽ അടിച്ചു. എന്തിനാന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം.
ടെസ്റ്റ് ചെയ്യാണ് നമ്മളെ മെയിൽ എങ്ങനെയാണ് അവരൊക്കെ എത്തുന്നതെന്നില്ല, അത് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, എന്നും ചെയ്യണ്ട, ഫസ്റ്റ് ചെയ്യുമ്പോൾ അത് ചെയ്യാം. ഫസ്റ്റ് ചെയ്യുമ്പോൾ അത് ചെയ്ത് നോക്കുക. ഓക്കെ ആണെങ്കിൽ മാത്രം പ്രൊസീഡ് ചെയ്യുക. ഇനി കറക്റ്റ് ചെയ്യണമെങ്കിൽ കറക്റ്റ് ചെയ്തിട്ട് പിന്നെ അയക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു മെസ്സേജ് ടെസ്റ്റ് മെയിൽ അയക്കുകയാണ്. അപ്പോൾ അത് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്കങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, ചെക്ക് യുവർ ഇൻബോക്സ് ടു വ്യൂ ദ ടെസ്റ്റ് മെയിൽ. നമ്മുടെ ഇൻബോക്സ് ചെക്ക് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജിമെയിലിൽ പോവുക, ഇൻബോക്സിൽ പോവുക, ഒന്ന് റീഫ്രഷ് ചെയ്യുക. ടെസ്റ്റ് മെയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് വന്നിട്ടുണ്ട്, നമ്മളെ ഇയാളെ പേര് ഇവിടെ വന്നിട്ടുണ്ട്, ഫസ്റ്റ് നെയിം ഇവിടെ വന്നിട്ടുണ്ട്, ആയിരിക്കും അയക്കാണ് അയാളെ. ഫസ്റ്റ് കോളത്തിൽ ആരുള്ളത്, രാമനാഥനല്ലേ ഫസ്റ്റ് റോയില്. അപ്പം അയാളെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ വന്നിട്ടുണ്ടാവും. നമ്മൾ ഫസ്റ്റ് നെയിം കേളി ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കൊടുത്തില്ല പേര്, അതിനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് അയാൾക്ക് ചെല്ലുക. നമ്മളെ CV ഉണ്ടാവും, നമ്മുടെ ഡീറ്റെയിൽസ്, ഡിയർ അയാളെ പേര് വെച്ചിട്ട് ഇങ്ങനെ ചെല്ലും. അപ്പോൾ ഓക്കെയാണ്, അതൊരു കുഴപ്പമില്ല. ജസ്റ്റ് എവിടെയും കറക്റ്റ് ചെയ്യാനുണ്ട്, ബോൾഡ് ആക്കേണ്ടതോ നമ്മളെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഡ്രാഫ്റ്റിൽ പോവുക, എന്നിട്ട് ഇവിടെ എഡിറ്റ് ചെയ്യുക. ഇവിടെ എഡിറ്റ് ചെയ്യുക, ഇത് ക്ലോസ് ചെയ്യുക, ദെൻ ഗോ ടു ഹിയർ. ഇവിടെ നമ്മളിത് കിടക്കുന്നുണ്ട്. ഇനി ഇപ്പം നമ്മൾ സെൻഡ് ടെസ്റ്റ് മെയിൽ കൊടുത്തതാണ്, ഓക്കെയാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, സെൻഡ് 20 ഇമെയിൽസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ ഇവിടെ ഒരു ടാബ്, ഇവിടെ ഒരു 1 2 3 അങ്ങനെ 20 വരെ ലോഡാകുന്നൊരു ടാബ് വരും. അതങ്ങനെ 20 ഇമെയിൽ സെൻഡ് എന്ന് പറഞ്ഞിട്ടൊരു ഇവിടെ പുതിയൊരു വിൻഡോ കാണിക്കും. ജസ്റ്റ് ഇവിടെ പോവുക, സെൻഡ് എന്നുള്ള ഇതിൽ പോവുക, ക്ലിക്ക് ചെയ്യുക, റീഫ്രഷ് ചെയ്യുക. അപ്പം അങ്ങനെ കാണാം. ഇതൊക്കെ ഞാൻ മുമ്പ് അയച്ചതാണ്, ഇങ്ങനെ ഇതൊക്കെ അയച്ചതാണ്. ഒരു ദിവസം 20 എണ്ണം. അപ്പം ഞാൻ 8 മണിക്ക് രാവിലെ അയച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസം രാവിലെ 8:01 24 മണിക്കൂർ കഴിഞ്ഞാലോ വീണ്ടും അയക്കാം. അങ്ങനെ ഡെയിലി അയക്കാവുന്ന. ഓക്കെ, അവർക്കത് അങ്ങനെ പോകും. അത് ഒരാൾക്ക് അയച്ചാണ്, അങ്ങനെ നോക്കിയിട്ട് അടുത്ത ആൾക്ക് ഇങ്ങനെ അയച്ച് 20 എണ്ണം അയച്ചു കഴിഞ്ഞിട്ട് ഈ യാമിൻ്റെ അടുത്ത് നിന്നൊരു ഇമെയിൽ നമുക്ക് വരും. എങ്ങനെ വരും, ആപ്ലിക്കേഷൻ ഇതൊക്കെ ആയിരുന്നു എന്നാണ്. അത് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അവരെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഇമെയിൽ വരും ഡെയിലി അയച്ചതിന് ശേഷം. ഓക്കെ, പിന്നെ അങ്ങനെയും വരും. എന്ത്, ഒരു ദിവസം 20 എണ്ണം അയച്ചിട്ട് അതിൽ എത്ര ആൾ ഓപ്പൺ ചെയ്തു അങ്ങനെ അറിയാൻ കഴിയും. ഓക്കെ, അങ്ങനെ നമുക്ക് മെയിൽ അയക്കും. ഇത്രയേ ഉള്ളൂ സംഭവം. പിറ്റേ ദിവസം രാവിലെ ഇതേപോലെ എന്ത് ചെയ്യാം, ഒരു ദിവസം 20 എണ്ണം അയച്ചാൽ എങ്ങനെ വരും കാണിച്ചു തരാം. ഇത് ഞാൻ അയച്ചതാണ്. അപ്പോൾ എന്ത് ചെയ്യൂ, ഫസ്റ്റ് ദിവസം അയച്ചു കഴിഞ്ഞാൽ അങ്ങനെ വരും. എന്ത് ചെയ്യും, മെർജ് സ്റ്റാറ്റസ് എന്നിട്ടൊരു പുതിയൊരു കോളം വരും. അതിൽ എത്ര ആൾ ഏതൊക്കെ സെൻഡ് ചെയ്തിട്ടുണ്ട്, അതിൽ ഏതൊക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്, റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട് ഒക്കെ അതവിടെ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ ഇമെയിൽസും ഇങ്ങനെ ഒക്കെ സെൻഡ് ചെയ്ത. ഇതിപ്പോൾ ഞാൻ 5 ദിവസം സെൻഡ് ചെയ്തുള്ളൂ, പിന്നെ ആൾ നിർത്തിക്കോളാൻ പറഞ്ഞപ്പോൾ നിർത്തിയതാണ്. ഓക്കെ, അങ്ങനെ അറിയാൻ കഴിയും. അപ്പം എന്ത് ചെയ്യുക, ഈ ഓപ്പൺ ചെയ്ത് പറഞ്ഞാൽ അവർ നമ്മളെ CV കണ്ടു എന്നർത്ഥം. ഓക്കെ, പിന്നെ അങ്ങോട്ടുള്ളത് നമ്മളെ CV എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് അതിനൊക്കെ, അതങ്ങനെ വേറൊരു ഭാഗമാണ്. നമ്മളെ കയ്യിലല്ല, അവർക്ക് ആപ്റ്റ് ആയിട്ടുള്ള റോള് അവൈലബിൾ ആണെങ്കിൽ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ട് റോൾ ഉണ്ടോ ഇല്ലേ എന്നൊന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മാക്സിമം CV എല്ലാ കമ്പനികളിലേക്ക് എത്തിക്കുക എന്നാണ് നമ്മളുടെ ഡ്യൂട്ടി. അതിനിടക്ക് CV വർക്കായില്ലെങ്കിൽ വീണ്ടും എന്ത് ചെയ്യുക, ഒരു 5 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ CV പോകണില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ ഡ്രാഫ്റ്റിൽ പോവുക, ചെറിയ മാറ്റങ്ങൾ ഇങ്ങനെ വരുത്തുക. ഇവിടെ എന്തെങ്കിലും നമുക്ക് മാറ്റം വരുത്തണമെങ്കിൽ മാറ്റം വരുത്തുക. അല്ലെങ്കിൽ ഇമെയിൽ ഫുള്ള് മാറ്റണം, ഫുള്ള് മാറ്റി പുതിയ ഇമെയിലാക്കുക. അവിടെ ശ്രദ്ധിക്കണം, ഈ സെയിം സാധനം പ്രോപ്പറായിട്ട് എവിടെ കൊടുക്കേണ്ട അവിടെ കൊടുക്കുക. മുകളിൽ ഇമെയിൽ മാറ്റുക, CV ഇത് ഒഴിവാക്കിയിട്ട് പുതിയ CV ഇടുക. നമുക്ക് എന്തും ചെയ്യാം. കാരണം എന്താ വെച്ചാൽ ആദ്യത്തെ 5 ദിവസം നമ്മളൊന്ന് ട്രൈ ചെയ്യുക, അതിനെങ്ങനെ റെസ്പോൺസ് വരുന്നത് നോക്കുക. പിന്നെ വേറൊന്ന് ട്രൈ ചെയ്യുമ്പോൾ അതിന് കൂടുതൽ റെസ്പോൺസ് വരികയാണെങ്കിൽ
അതാണ് ബെറ്റർ വർക്കിംഗ്, അതാണ് ഓക്കെ. അതിന് കുറച്ച് റെസ്പോൺസ് കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഏത് തരത്തിലുള്ള ഇമെയിലാണ് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള സി വിക്കാണ് കൂടുതൽ റെസ്പോൺസ് വരുന്നത്, അതിനൊക്കെ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അത് ഏറ്റവും ഉപകാരം വരും യാമിൻ്റെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ മെർജ് സ്റ്റാറ്റസ് കോൾ ഉണ്ടാവുന്നതാണ്. അവർ ഓപ്പൺ ചെയ്തോ ക്ലോസ് ചെയ്തോ ഒക്കെ നമുക്ക് അറിയാൻ കഴിയുന്നതാണ്. ഇനി ഇവിടെ വേറൊരു റിപ്പോർട്ട് വരണം, ഇതുവരെ സെൻഡ് ചെയ്തതിൻ്റെ ഇതിപ്പോൾ അങ്ങനെ ഓരോ കോളത്തിൻ്റെ ഇതുവരെ സെൻഡ് ചെയ്തതിൻ്റെ റിപ്പോർട്ട് വരണമെന്നുണ്ടെങ്കിൽ എക്സ്റ്റൻഷനിൽ പോവുക, മെയിൽ മെർജിൽ പോയിട്ട് യാമിൽ പോയിട്ട് ഇപ്പോൾ കുറേ ഓപ്ഷൻ ഉണ്ട്. സ്റ്റാർട്ട് മെയിൽ മെർജ്, അത് നമ്മൾ എന്താ ചെയ്യേണ്ടത്, അയക്കാൻ. ഇമ്പോർട്ട് കോൺടാക്ട്സ്, അത് നമ്മൾ പുതിയ കോൺടാക്ട്സ് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇമ്പോർട്ട് ചെയ്യാൻ, അത് ഒഴിവാക്കുക. അത് വേറെ മെർജിങ് പരിപാടിയാണ്. സെയിൽസ് ഫോഴ്സ് നല്ല CRM സോഫ്റ്റ്വെയറിലൊക്കെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണത്, അതുകൊണ്ടാണ്. ചെക്ക് കോട്ട, ഇന്ന് എനിക്ക് എത്ര കോട്ട ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്, നമ്മൾ ടൈം ആയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇന്ന് 24 ഇപ്പോൾ 20 ഇമെയിൽ ഇപ്പോൾ അയച്ചു കഴിഞ്ഞിട്ട് നമ്മൾ രാവിലെ ആയിട്ട് എപ്പോഴാണ് അയക്കേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാൻ നോക്കണമെങ്കിൽ ഈ കോട്ടിൽ പോയി ഒന്നെങ്കിൽ ഇവിടെ പോയിട്ട് സെൻഡ് ഇമെയിൽ നോക്കിക്കഴിഞ്ഞാൽ അവസാനം ഏത് ഇമെയിൽ എപ്പോഴാണ് സെൻഡ് ആയിട്ടുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 22/6 അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അറിയും. ഏകദേശം ഇനിയിപ്പോൾ ഇതുവഴി അറിയണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊടുത്താൽ കിട്ടും. ഇതിൽ കണ്ടോ, ഈ ഒന്ന് പോയത് എന്താ വെച്ചാൽ ടെസ്റ്റ് മെയിൽ ഒന്ന് അയച്ചില്ലേ, അതാണ് അത് കോട്ടയിൽ നിന്ന് ഒന്ന് പോയി. ബാക്കി 12 അയക്കാം. എന്താ വെച്ചാൽ യുവർ കോട്ട ഈസ് 100% അവൈലബിൾ. ഓക്കെ, നമുക്ക് ഇവിടെ ഇത് ഓപ്ഷൻ യുവർ കോട്ട ഈസ് ബേസ്ഡ് ഓൺ യുവർ സെൻഡിങ് ഓഫ് ദ ലാസ്റ്റ് റോൾ ഇൻ 24 hours. It will increase gradually but you will eventually need to wait 24 hours to get it full again. ഫുൾ ആണെങ്കിൽ 24 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. എപ്പോഴാണ് ലാസ്റ്റ് യൂസർ 20 ദിവസം മുമ്പ് ഉപയോഗിച്ചാൽ. ഓക്കെ അങ്ങനെ നോക്കിയാൽ 19 റെസ്പോണ്ട്. ഇപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ 20/20 എന്നുള്ളത് വരും. ഇന്നത്തെ ഫുള്ള് റെഡ് സൈസ് ഇത് വരും, റെഡ് ബാർ. ഇപ്പോൾ ഇത് ഗ്രീൻ അല്ലേ, റെഡ് വരും. അതേപോലെ ഒരു ഓപ്ഷനാണ് അനദറിൽ മറിച്ച് പോയി കഴിഞ്ഞാൽ ഓപ്പൺ ട്രാക്കിംഗ് റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ അയച്ചത് എങ്ങനെയാണ് റിപ്പോർട്ട്, ഇതിൻ്റെ ട്രാക്കിംഗ് ഇമെയിലിനെ ട്രാക്ക് ചെയ്തതാണ്. ഇമെയിലിനെ ട്രാക്ക് ചെയ്യാൻ ഇമെയിൽ അവിടെ എത്തിയോ അങ്ങനെ നമ്മളൊരു കോളത്തില്ലേ സ്റ്റാറ്റസ് സെയിം അല്ലേ, പക്ഷെ അതിൽ ടോട്ടൽ നമ്പറായിട്ട് കാണിച്ചു തരും. ഇതാ ടോട്ടൽ 99 ഇമെയിൽ അയച്ചു, അതിൽ 45% 45 ഇമെയിൽസ് അവർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ക്ലിക്ക്ഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇമെയിലിൻ്റെ ഉള്ളിൽ വല്ല ലിങ്ക്ഡിൻ്റെ ലിങ്ക് കൊടുത്തു വെച്ചെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടോ എങ്കിൽ ഇത് കാണിക്കും. ഞാൻ അതിൽ ലിങ്ക് കൊടുത്തിട്ടില്ല, അപ്പോൾ വേറെ ലിങ്കുകളൊന്നുമില്ല എൻ്റെ ഇമെയിൽ കണ്ടൻറ്റിൻ്റെ ഉള്ളിൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ ലിങ്ക്ഡിൻ ലിങ്ക് കൊടുക്കാം, URL അത് കൊടുത്തു കഴിഞ്ഞിട്ട് അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര ആൾ ക്ലിക്ക് ചെയ്തെന്ന് ഇവിടെ കാണിക്കും. ഇത് റെസ്പോണ്ടർ, എത്ര ആൾ റെസ്പോണ്ട് ചെയ്തു, 3 പേരാണ് റെസ്പോണ്ട് ചെയ്തത്. ഇത് റെസ്പോൺസ് കുറവാൻ കാരണം ഇവൻ ജസ്റ്റ് 12 കഴിഞ്ഞിട്ടുള്ളൂ, +2 കഴിഞ്ഞിട്ട് പിന്നെ ഇവർ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇവന് സാധാരണ ജോലിയല്ല വേണ്ടത്, ഒരു ഓഫീസ് റിലേറ്റഡ് ജോലി വേണം, പക്ഷെ അവന് ക്വാളിഫിക്കേഷൻ അല്ല, ആയതുകൊണ്ട് റെസ്പോൺസ് കുറവാണ് ഇവന്. അത്രയും നല്ലതിൽ കൂടുതൽ വരും. ഈ URL ക്ലിക്ക് ചെയ്യാൻ ഏറ്റവും കൂടുതൽ വരും, കാരണം ഇവർ നേരെ നമ്മളെ ലിങ്ക്ഡിനിലേക്കാണ് പോവുക. ലിങ്ക്ഡിൻ ചെക്ക് ചെയ്യാൻ സാധ്യത വളരെ കൂടുതലാണ്. ഞാൻ ഒരാൾക്ക് ഇപ്പോൾ സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അതിന് നല്ല റെസ്പോൺസ് വരുന്നുണ്ട്. കൂടുതൽ വരുന്ന റെസ്പോൺസ് എത്രയാണ് സാലറി എക്സ്പെക്റ്റേഷൻ എന്നാണ്. കാരണം ഓപ്പണിംഗ് ഉണ്ട്, ഞാൻ അയക്കണ ആൾക്ക് എത്ര സാലറി എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അതാണ് ഒരു റീപ്ലൈ വരിക. അതിനുശേഷം നമ്മൾ പറഞ്ഞ റേഞ്ചിൻ്റെ ഉള്ളിൽ സാലറി എക്സ്പെക്റ്റേഷൻ അവർ ഉദ്ദേശിച്ച റേഞ്ചിൻ്റെ ഉള്ളിൽ നമ്മൾ പറഞ്ഞത് അവരെ ബഡ്ജറ്റിൻ്റെ ഉള്ളിലാണെങ്കിൽ അവരെന്ത് ചെയ്യും, ഓഫ് കോഴ്സ് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കും. HR ഇൻ്റർവ്യൂ ഉണ്ടാവും, ആദ്യം കോൾ ചെയ്യും, HR ഇൻ്റർവ്യൂ, അത് കഴിഞ്ഞിട്ടൊരു ടെക്നിക്കൽ ഇൻ്റർവ്യൂ ഉണ്ടാവും. ടെക്നിക്കൽ എന്ന് പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് കഴിഞ്ഞാൽ ടെക്നിക്കൽ ഇൻ്റർവ്യൂ ഉണ്ടാവും. അങ്ങനെ ഫിനാൻസ് മാനേജറുമായിട്ടൊരു ഇൻ്റർവ്യൂ, അങ്ങനെ പ്രൊസീഡ് ചെയ്ത് പോകാൻ സാധ്യത ഉണ്ട്. ഇപ്പോൾ ഞാൻ അയച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് 3 ഇൻ്റർവ്യൂ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, റെസ്പോണ്ട് ചെയ്തു അല്ലേ. അതിനുശേഷം ബൗൺസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇത്ര ഇമെയിൽ വെരിഫൈ ചെയ്താലും ചില ഇമെയിൽസ് ഉപയോഗിക്കാൻ പറ്റാതെയാണ്, അതിലേക്ക് ചെല്ലൂല, ആ ഇമെയിൽ നിലവിലില്ല എന്നുള്ള രീതിയിലായിരിക്കും, വെരിഫൈ ചെയ്യാൻ കഴിയാത്ത ഇമെയിൽ ഉണ്ട്. അതിപ്പോൾ മാക്സിമം നല്ല സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് വെരിഫൈ ചെയ്യണത്, അതുകൊണ്ട് തന്നെ 100 അയച്ചപ്പോൾ 1 മാത്രമേ പോയിട്ടുള്ളൂ. പിന്നെ അൺസബ്സ്ക്രൈബ്ഡ്, അത് കൂടണ്ട. അത് സബ്സ്ക്രൈബറിനെ കുറിച്ച്
ഇതുമായി ബന്ധപ്പെട്ടതല്ല ആവശ്യം വരില്ല, നമുക്കത് നോക്കണ്ട, മറ്റേത് നോക്കിയാൽ മതി. ഓക്കെ, സബ്സ്ക്രൈബ് സാധാരണ അങ്ങനെ ന്യൂസ് ലെറ്റർ ഒക്കെ അയക്കുമ്പോഴാണ് അധികം ഉപയോഗം വരിക. നമ്മളൊരു എപ്പോഴും ഇടയ്ക്ക് അവർക്ക് നമ്മളതിൽ നിന്ന് ഇമെയിൽ വരണ്ടാന്ന് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ നമ്മളെ ഇമെയിലിൽ നമ്മൾ കൊടുക്കും. അത് ഇതിൻ്റെ ആവശ്യമില്ല, നമുക്ക് CV ഒരു തവണയ്ക്ക് അയക്കുള്ളൂ. ഓക്കെ, പിന്നെ ഇത് മനസ്സിലാക്കുക, ഇതിങ്ങനെ ചെക്ക് ചെയ്യാൻ ഓരോന്ന് കഴിഞ്ഞാൽ ഇത് അപ്ഡേറ്റ് ആവും. ഇപ്പം 20 അയച്ചു കഴിഞ്ഞാൽ നേരെ ഇത് ലോഡായിട്ട് തന്നെ മാറും. എന്നിട്ട് നമുക്ക് ഇങ്ങനെ തന്നെ ഈ ഓപ്പൺ എന്നുള്ളതും ഇതൊക്കെ ഇങ്ങനെ മാറണം കാണാം. പിന്നെ ഇവിടെ ഈ എൻജോയ് ചെയ്യാവുന്നതിൻ്റെ മുകളിലായിട്ട് ഏറ്റവും അവസാനം ആരാ ഓപ്പൺ ചെയ്തതെന്ന് കാണിക്കും. നമ്മൾ അയക്കണ സമയത്ത് കാണിക്കും ഓപ്പൺ ചെയ്യുന്ന ആരൊക്കെയാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ മെയിൽ മെർജ്. ഇതിലിപ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് കോളൻ നെയിം, ഈ കോളൻ നെയിം ഇതിൽ ഉൾപ്പെടുത്തുക. പേഴ്സണലൈസേഷൻ ഉപയോഗിച്ചു പേഴ്സണലൈസ്ഡ് ആക്കുമ്പോൾ എത്രത്തോളം പേഴ്സണലൈസ്ഡ് ആക്കണോ അത്രത്തോളം അവർ ഓപ്പൺ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പ്രൊഫൈലിൽ ലിങ്ക് ഉണ്ടെങ്കിൽ ലിങ്ക് ചെക്ക് ചെയ്യും, CV ആണെച്ചെങ്കിൽ CV വയ്ക്കാൻ സാധ്യതകൾ കൂടുതലാണ്. പിന്നെ ഈ ഇമെയിലിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചാണ് അവർ ആക്സെപ്റ്റ് ചെയ്യുക. അവർക്കിപ്പോൾ ഒരു ജനറലായിട്ട് ഒന്നും തോന്നുന്നില്ല, നമ്മളെ ഇമെയിൽ കണ്ടിട്ട് എഫക്റ്റീവായി തോന്നുന്നില്ലെങ്കിൽ ഓഫ് കോഴ്സ് അവർ ഒഴിവാക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, CV നല്ല ഉഷാറായിരിക്കണം, നല്ലൊരു ഇമെയിൽ ഇങ്ങനെ നല്ലൊരു ഇമെയിൽ ഇനി ഇങ്ങനെ അയക്കുക എന്നുള്ളതിൻ്റെ കാര്യങ്ങളാണ് വെച്ചെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ ChatGPT ഉപയോഗിച്ചിട്ട് എങ്ങനെ നല്ല ഇമെയിൽ ഉണ്ടാക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തം എഴുതാനും കഴിവുണ്ടെങ്കിൽ ഓൺലൈൻ സെർച്ച് ചെയ്താൽ മതി. CV സെൻഡിങ് ഇമെയിൽ സെർച്ച് ചെയ്താൽ ഒരുപാട് വെബ്സൈറ്റ് കാണിച്ചു തരും. അങ്ങനെ CV സെൻഡിങ് ടെംപ്ലേറ്റ്, ഇമെയിൽ ടെംപ്ലേറ്റ്സ് സെർച്ച് ചെയ്താൽ. ഓക്കെ, നല്ലൊരു ഇമെയിൽ സെറ്റ് ചെയ്യുക, നമ്മളെ ഇതുവരെയുള്ള എക്സ്പീരിയൻസോ എന്താണെന്ന് വെച്ചാൽ ഉൾക്കൊള്ളിച്ച് പോയിന്റ് വൈസ് ആയിട്ട് കൊടുക്കുക. ഇങ്ങനെ ഒരാഴ്ച ട്രൈ ചെയ്യുക. അപ്പോൾ അത് വർക്കൗട്ട് ആകുന്നില്ല, ഓപ്പൺ റേറ്റ് കിട്ടുന്നില്ലെങ്കിൽ അടുത്ത ആഴ്ച വേറെ ട്രൈ ചെയ്യുക. അങ്ങനെ മാറ്റി മാറ്റി ഏത് ഇമെയിലിനാണ് ആളുകൾ കൂടുതൽ ഓപ്പൺ റേറ്റ് കൂടുതൽ റെസ്പോൺസ് വരുന്നത് അത് ഫോളോ ചെയ്യുക. അങ്ങനെ അത് തന്നെ അയക്കുക. ഇനി എന്തുണ്ട്, നമ്മൾ ഇങ്ങനെ അയച്ചതിൽ വേറെ ഓപ്ഷനല്ല, കുറച്ച് പേർക്ക് അയച്ചു. അയച്ചതിന് ശേഷം ഇതിലിപ്പോൾ കുറച്ച് പേര് ഓപ്പൺ ചെയ്യാത്തുണ്ട്. ഒന്നുകിൽ അവർ ആ ടൈമിൽ അതിന് ശേഷം നമ്മളെ ഇമെയിൽ എത്തിയതിന് ശേഷം വേറെ ഒരുപാട് ഇമെയിൽ വന്നപ്പോൾ താഴെ പോയിട്ടുണ്ടാവും നമ്മളെ ഇമെയിൽ, അപ്പോൾ അവർക്കത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ എന്തെങ്കിലും എന്ത് ചെയ്യാം, ഇവരൊക്കെ നമുക്ക് വീണ്ടും അയക്കാം. ഓക്കെ, അത് നമ്മൾ ഇങ്ങനെ പോയിട്ട് നമ്മൾ അതിനാവശ്യമുള്ളത് സെലക്ട് ചെയ്യും, ഫിൽട്ടർ ചെയ്തിട്ട് നമ്മൾ അയക്കാത്തതും ഇപ്പോൾ എന്ത് ചെയ്യുക, ഇമെയിൽ സെൻഡ് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്നും ഇപ്പോൾ സെൻഡ് ചെയ്തതാണ് പക്ഷെ കണ്ടിട്ടില്ല. ഒന്നെങ്കിൽ അവർ മനഃപൂർവ്വം ഒഴിവാക്കിയതായിരിക്കും, അല്ലെങ്കിൽ അവർ കാണാതെ അടിയിൽ പോയിട്ടുണ്ട്. അപ്പം ഇത് ഭാവിയിൽ ഉപയോഗിക്കാം, ഒരു 4 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും അയക്കാം. ഓക്കെ, അപ്പോൾ ഈ ഓപ്പൺ ചെയ്തവർക്ക് ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് പിന്നെ ഫോളോ അപ്പ് ചെയ്യുക, പിന്നെ അയക്കാം. അപ്പോൾ ഓപ്പണിങ് ചിലപ്പോൾ ആ ടൈമിലായിരിക്കും വരുന്നത്. അവർ നിങ്ങളെ ആദ്യം പിന്നെ ഒരു ഓർമ്മ വരും, ഇങ്ങനെ ആൾ പിന്നെ അയച്ചു എന്ന്. അപ്പോൾ അവരുടെ മൈൻഡിൽ നമ്മൾ വീണ്ടും വീണ്ടും വരുന്ന പറഞ്ഞാൽ ഇങ്ങനെ ഒരാൾ ഇടയ്ക്ക് അയക്കണുണ്ട് എന്ന് തോന്നിപ്പോവും. ഒരുപാട് അയക്കരുതേ, ഗ്യാപ്പ് ഇട്ടിട്ട് അയക്കുക. ഓക്കെ, അപ്പം അങ്ങനെ എത്ര ആൾക്ക് അയക്കാം, എൻ്റെ ലിസ്റ്റിൽ നിന്ന് ഒരുപാട് പേര് ഡാറ്റ കയ്യിലുണ്ട്. വേണ്ടവർ ഇപ്പം നിങ്ങൾ ഉപയോഗിക്കുന്ന ആളുണ്ട്, അങ്ങനെ ഓരോരുത്തർക്ക് അയക്കുക. ആരെങ്കിലും ഓപ്പണിങ് ഇല്ല കമ്പനി, ഇപ്പം നമ്മൾ ഇതിലേറ്റവും ഉപയോഗം എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയിൽ ഓപ്പണിങ് വരിക ആ ടൈമിൽ തന്നെ നമ്മൾ റീച്ച് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഒരു ചാൻസ് വന്നാൽ ഓഫ് കോഴ്സ് നമ്മൾ സ്യൂട്ടബിൾ ആണെങ്കിൽ അവർ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പെട്ടെന്ന് പോകും. കാരണം അവർക്ക് കൂടുതൽ എഫേർട്ട്, കൂടുതൽ ജോബ് പോസ്റ്റിംഗ് ഓൺലൈനിൽ ഇടാതെ തന്നെ ഒരാളെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത്രയും ടൈം ലാഭിക്കണം. ഓക്കെ, ഏറ്റവും ബെനിഫിറ്റായിട്ട് ഉപയോഗിക്കാം. നിങ്ങളിപ്പോൾ പുറത്ത് നാടും ഗൾഫിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ, UAE വരാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഇങ്ങനെ അയച്ചുകൊണ്ടേയിരിക്കും. ഇതൊക്കെ പറഞ്ഞാൽ ഫ്രീ ടൂളാണ്, നമുക്കൊന്നും ചെയ്യാനില്ല. ഡെയിലി 5 മിനിറ്റ് മതി. ഡെയിലി ഇതിൽ കയറുക, ഡ്രാഫ്റ്റ് ഇമെയിൽ പോയിട്ട് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യുക. ഇവിടെ വന്നിട്ട് എന്താ വേണ്ട ചെയ്യുക, എന്ത് ചെയ്യുക, അവിടെ ഡ്രാഫ്റ്റ് ഇമെയിൽ എഡിറ്റ് ചെയ്യുക. ഇവിടെ എന്താണ് ഡെയിലി 5 മിനിറ്റ് സ്പെൻഡ് ചെയ്തിട്ട് അയക്കുക. ഓക്കെ, ഇത്രയുള്ളൂ ചെയ്യാൻ. ഇത് 20 ഇമെയിൽ അയക്കുക, അതിനുള്ള ഓപ്ഷനാണ്. ഓക്കെ, ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത്. ഇനി വേറൊരു ഓപ്ഷൻ ഉണ്ട്,
അത് നിങ്ങൾ കുറച്ച് ഇതാദ്യം ഒന്ന് ലെവലായി മാത്രമേ ഉള്ളൂ അത് പറഞ്ഞുതരാൻ പറ്റുക. കാരണം അത് നമ്മളായിട്ട് ജെമിനി ഉപയോഗിച്ച് ചെയ്യേണ്ടതാണ്. ChatGPT ജെമിനിയോ എന്താ ഉപയോഗിച്ച് ചെയ്യാം. അത് ഇതിൽ വരുന്നതാണ്. എക്സ്റ്റൻഷനിൽ പോയിട്ട് ആപ്പ് സ്ക്രിപ്റ്റ് പറഞ്ഞ സംഭവമാണ്. ആപ്പ് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു കോഡിങ്ങിൻ്റെ ചെറിയൊരു ഭാഗമാണ്. നമുക്ക് അറിയൊന്നും വേണ്ട, നമുക്ക് ജെമിനി അല്ലെങ്കിൽ ChatGPT എഴുതി തരും, നമ്മളിവിടെ പേസ്റ്റ് ചെയ്താലും മതി. ഇതുകൊണ്ടുള്ള മെച്ചം എന്ന് വെച്ചാൽ ഒരു പോസിറ്റീവ് ഭാഗം എന്ന് പറയുന്നത് നമുക്ക് എത്ര ഇമെയിൽ വേണമെങ്കിലും അയക്കാം. ഒരു ഈ ജിമെയിൽ അക്കൗണ്ടിന് ഒരു ദിവസം ഇത്ര ഇമെയിൽ അയക്കാവുന്നത് കട്ട് ഓഫ് ഉണ്ട്. ഓക്കെ, 20 അല്ല ഒരിക്കലും. കാരണം 20 പറഞ്ഞാൽ ഒരു ഫ്രീ പാക്കിൽ അവർ കൊടുക്കുന്നതാണ്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ പോയിട്ട് കമ്പോസ് കൊടുത്തിട്ട് നമുക്ക് ഓരോന്നായിട്ട് അയക്കാം. പക്ഷെ അത് ഓരോന്ന് അയക്കുമ്പോൾ നമ്മളിത് കോപ്പി ചെയ്യണം. ഈ കോണ്ടന്റ് എല്ലാ ഇമെയിലും കൊടുത്ത് സിംഗിളായിട്ട് ഇമെയിൽ 2 അഡ്രസ്സിൻ്റെ അവിടെ ഓരോ ഇമെയിൽ കൊടുത്ത് ഒരാൾക്ക് ഒരു ഇമെയിൽ കൊടുക്കുന്നു, അത് അയക്കുന്നു, അടുത്ത ആൾക്ക് കൊടുക്കുന്നു, അയക്കുന്നു. അതിൽ തന്നെ ഫസ്റ്റ് നെയിം എന്നുള്ളത് നമ്മൾ കോപ്പി ചെയ്ത് പേര് ചേർക്കണം. ബുദ്ധിമുട്ടാണ് മാനുവലായിട്ട് ചെയ്യണത്. ഓട്ടോമാറ്റിക്കായി ചെയ്യാന്ന് പറഞ്ഞാൽ അവർ 20 ആൾക്ക് അയക്കാനുള്ള ഓപ്ഷനെ തരുന്നുള്ളൂ ഫ്രീ ആയിട്ട്. പിന്നെ അപ്ഗ്രേഡ് ചെയ്താൽ വലിയ പാക്കേജ് കിട്ടും. ഓക്കെ, നമുക്ക് ഫീസിബിൾ അല്ല. ഒരുപാടൊന്നുമില്ല, 1500-2000 എന്തോ ചിലവാകുന്നുണ്ട് മാസം. ഓക്കെ, ഇത് പറഞ്ഞാൽ ആപ്പ് സ്ക്രിപ്റ്റ് ആണ്. സ്ക്രിപ്റ്റ് എഴുതണം. സ്ക്രിപ്റ്റ് കോഡിങ് സ്ക്രിപ്റ്റ് ആണ്. ഒരു കോഡിങ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ജെമിനിയോട് പറയണം, ഇതിൽ ആസ്ക് സംതിങ് എൽസ് പോയിട്ടായിരിക്കും തോന്നുന്നു. അങ്ങനെയല്ല, ജെമിനിയിൽ ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ കിട്ടും. അതിൽ പോയിട്ട് ഒരു ദിവസം 3 ഇമെയിൽ അയക്കണം, അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്. ഞാൻ ചെയ്യാറുണ്ടത്. പക്ഷെ അതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളെ ഇമെയിൽ അയച്ചാലും അത് ഓപ്പൺ ചെയ്തോന്നില്ലെന്ന് അറിയാൻ കഴിയില്ല. അത് ഇവിടെ ഒരു ടൂള് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. മറ്റേത് നമ്മളൊരു സ്ക്രിപ്റ്റ് നമ്മളായിട്ട് ഉണ്ടാക്കണം. അപ്പോൾ നമുക്കത് ഓപ്പൺ ചെയ്തോ അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്തോ എന്നുള്ളത് ഓപ്ഷൻ ചെയ്യാനുള്ളൊരു നമുക്കൊരു അങ്ങനൊരു ഓപ്ഷൻ ഉണ്ടാക്കി എടുക്കാൻ കഴിയില്ല എന്ന് കോഡ് ചെയ്താലും. അതിന് എക്സ്റ്റേണൽ സോഴ്സസ് ഒക്കെ വേണം, പെയ്ഡ് ടൂൾസൊക്കെ വാങ്ങേണ്ടി വരും. അപ്പോൾ അത് പറ്റില്ല, പക്ഷെ അയക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, ഇവിടെ ഞാൻ പറയുമ്പോൾ ഇത് ലെവലായി കഴിഞ്ഞാൽ ഇവിടെ ഒരു 20 അയക്കുക, 80 അപ്പുറത്ത് പോയി അയക്കുക. ആ 80 റിസൾട്ട് നമുക്ക് കിട്ടില്ല. പക്ഷേ 20 പോലെ തന്നെ കളിച്ച് നമുക്ക് ഓൾറെഡി ഗസ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഇങ്ങനെ ഏകദേശം റെസ്പോൺസ് വരുന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ ആയിരിക്കും ഇവിടെ നമുക്ക് ഗസ് ചെയ്യാം. അതാണ് ഇൻ്റർഫേസ് വരുന്നത്. ഇതിൽ വലിയൊരു കോഡിങ് നമ്മൾ ടൈപ്പ് ചെയ്തുണ്ടാക്കണം. ഇതിൽ ഇവിടെ എന്ത് ചെയ്യാം, റണ്ണ് സേവ് ചെയ്തിട്ട് റൺ ചെയ്ത് കഴിഞ്ഞാൽ ആ കോഡ് റണ്ണായിട്ട് തന്നെ ഇമെയിൽ സെൻഡ് ചെയ്യും. സെയിം ടെക്നിക്ക് ഇതിലിപ്പോൾ ചെയ്യണ പോലെ തന്നെ. പക്ഷെ നമ്മൾ കോഡിങ് കാര്യങ്ങളൊക്കെ നമ്മൾ ഡെയിലി മാറ്റേണ്ടല്ലോ. ഒരു കോഡിങ് തന്നെ ഉപയോഗിച്ചാൽ മതി. കോഡ് ജെമിനിയും ChatGPT ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാൽ മതി. പക്ഷെ അത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ കുറച്ച് കാര്യങ്ങൾ, പ്രോംപ്റ്റ് നമ്മൾ നല്ലൊരു പ്രോംപ്റ്റ് കൊടുക്കണം. നമ്മൾ ഇങ്ങനെ റീഡ് ചെയ്യണം, എൻ്റെ പേര് ഇതാണ്, ഞാൻ 3 ഇമെയിൽ എനിക്ക് അയക്കണം, ഡ്രാഫ്റ്റിൽ ഇമെയിൽ ഉണ്ടാവും. ആ ഇമെയിൽ എടുത്തിട്ട് നിങ്ങൾ ഈ പറയുന്ന ഷീറ്റ് നമ്പർ, ഷീറ്റ് നെയിം, ഈ ഷീറ്റിലുള്ള കോണ്ടാക്ട്സുകൾക്ക് ഓരോട്ട് അയക്കണം. അയച്ചതിന് ശേഷം പിന്നെ അയക്കുമ്പോൾ അയച്ചു കഴിഞ്ഞ ആളുകൾക്ക് വീണ്ടും അയക്കരുത്. അങ്ങനെ ഒരുപാട് പറഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഒരേ ആൾക്ക് തന്നെ പിന്നെ അയച്ചു കൊടുക്കും. അതിനെക്കുറിച്ച് ഞാൻ പറയണില്ല. നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഇതിൽ അയച്ചാൽ മതി. 20-20 ഇങ്ങനെ അയച്ചു കഴിഞ്ഞിട്ട് ഇതിലാവുമ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ ഇമെയിൽ വർക്ക് ആവുന്നുണ്ടോയെന്ന് കൂടി അറിയാനുള്ള ഓപ്ഷൻ ഉണ്ടാവുന്നുണ്ട്. അത് ചെയ്യാം. പിന്നെ എന്ന് വെച്ചാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ രാവിലെ അയച്ചിട്ട് റെസ്പോൺസ് രാവിലെയാണോ ഉച്ചക്കാണോ ഏത് സമയത്താണ് ഓപ്പൺ റേറ്റ് കിട്ടുക എന്ന് നോക്കണം. അപ്പം ഇന്ന് രാവിലെ 10 മണിക്ക് ഞാൻ അയച്ചു, നമുക്ക് മനസ്സിലാവും. ഇവിടെ ട്രാക്കിംഗ് റിപ്പോർട്ട് വരും, 20 ഇത്ര ആൾ ഓപ്പൺ ചെയ്തു. അപ്പം അടുത്ത ദിവസം 10 മണിയുടെ ശേഷം നമുക്ക് എപ്പോഴും അയക്കാമെന്നാണ്. നമ്മൾ എന്ത് ചെയ്യാം, 11 മണിക്ക് അയച്ചു നോക്കുക. അപ്പം നമുക്ക് എത്ര ഏകദേശം എത്ര മിനിറ്റ് നോക്കുക. അങ്ങനെ ഏത് സമയത്താണ് ആളുകൾ ഓപ്പൺ ചെയ്യുന്നത് ഒക്കെ അറിയാൻ കഴിയണം. കാരണം ഏത് ടൈമിലൊക്കെ അയക്കണം നല്ലതെന്ന് അറിയാൻ കഴിയാൻ മതി. ഏത് ഇമെയിൽ വഴിയാണ്, ഏത് ഇമെയിൽ ഞാൻ അയക്കുമ്പോഴാണ് എനിക്ക് കൂടുതൽ ആ ഇമെയിൽ എന്തൊക്കെ മാറ്റം വരുത്തണം അതൊക്കെ നമുക്ക് അറിയാൻ കഴിയും. അതൊക്കെ മാറ്റം വരുത്തി ഇതൊക്കെ നമ്മളെ ജോബ് കണ്ടുപിടിക്കുന്നതിൻ്റെ ഈ സെർച്ചിൻ്റെ നമുക്ക് കുറച്ച് ബൂസ്റ്റ് ചെയ്യാൻ കഴിയും. നമുക്ക് ഭാവിയിൽ എന്നല്ല, ഇനി ഒരു ഓപ്പണിങ് വന്നു കഴിഞ്ഞാൽ ഒരു ഇമെയിൽ ഐ ഡി കിട്ടിക്കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള ഇമെയിലാണ് വർക്ക് ആവുക നമുക്കൊരു ഐഡിയ കിട്ടും. അതിന് വേണ്ടിയിട്ട് നല്ല ഉപകാരപ്പെടും. ഓക്കെ,
അത്രേ ഉള്ളൂ. കൂടുതൽ സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഇത് ലോങ് ആയി 30 മിനിറ്റോളം ഞാൻ ഫുൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞേക്കാണ്. ട്യൂട്ടോറിയൽ വീഡിയോയിൽ ചെറിയ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവും, പക്ഷെ ഐ തിങ്ക് എല്ലാം ക്ലിയർ ചെയ്യും തോന്നുന്നു. ഞാനൊന്നും വിട്ടിട്ടില്ല. ഓക്കെ, താങ്ക് യു.